ശശികല ടീച്ചർ, ഈ ദേവസ്വം മന്ത്രി അയ്യപ്പ ഭക്തരെ അവഹേളിച്ചിരിക്കുന്നത് നിയമസഭയിലാണ്. നിയമസഭയിൽ ഈ ശബരിമലയിലെ തിരക്ക് അനിയന്ത്രിതമായ സർക്കാരിൻ്റെ ഇടപെടൽ സംബന്ധിച്ച ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. അതിൽ പറഞ്ഞിരിക്കുന്ന മറുപടി വളരെ വിചിത്രവും ദൗർഭാഗ്യകരവുമാണ്. ഈ അയ്യപ്പ ഭക്തർ പമ്പയിലും പന്തളത്തും എത്തി മാലയൂരിയവർ യഥാർത്ഥ അയ്യപ്പ ഭക്തരല്ല, അവർ കപട അയ്യപ്പ ഭക്തരാണ് എന്നുള്ളതാണ് മന്ത്രിയുടെ മറുപടിയായി വന്നിരിക്കുന്നത്. നമുക്ക് അറിയാം, ഈ മലയാളികൾ മാത്രമായിരുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ പോലും മാലയൂരി തിരികെ മടങ്ങേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെല്ലാം ഈ ഗൂഢാലോചനയുടെ ഭാഗമായി വന്നതാണ് എന്നുള്ളതാണ് മന്ത്രിയുടെ മറുപടി. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ കപട ഭക്തരാണ് ഭരിക്കുന്നത് കേരളത്തിൽ. ക്ഷേത്രങ്ങളുടെ കാര്യം നോക്കേണ്ടത് യഥാർത്ഥ ഭക്തരാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ രാഷ്ട്രീയവും ആ രാഷ്ട്രീയ സംവിധാനത്തിനനുസരിച്ച് ദേവസ്വം ബോർഡുകളും എല്ലാം ആയപ്പോ അപ്പൊ ഈ പറയുന്ന ദേവസ്വം മന്ത്രിക്ക് വരെ നമുക്കറിയാം ഭക്തി ഉണ്ടാകുന്ന അദ്ദേഹത്തിന് തുറന്നു സമ്മതിക്കാൻ പറ്റുമോ ഞാൻ ഭക്തനാണ് എന്നുള്ളത്. അപ്പോൾ വന്ന ഭക്തരിലല്ല കാപട്യമുള്ളത്, മറിച്ച് ഭഗവാന്റെ കാര്യം നോക്കാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റിട്ടുള്ള ആളുകളാണ് കാപട്യം കാണിക്കുന്നത്. കാരണം അവരുടെ പ്രത്യയശാസ്ത്രം അവർ വിശ്വസിക്കുന്നത് മറ്റൊന്നാണ്. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ വരുമാനമുണ്ട്, തങ്ങളുടെ സ്വന്തക്കാരെയൊക്കെ ദേവസ്വം ബോർഡിൽ തിരികെ കയറ്റാൻ പറ്റും, ആ ദുസ്വാധീനം കൊണ്ട് പല വിധത്തിലും പണം ഉണ്ടാക്കാമെന്ന കാഴ്ചപ്പാടിൽ മാത്രം ഒരു വിശ്വാസവും ഇല്ലാത്തവര് ക്ഷേത്രകാര്യം നടത്തുമ്പോൾ എന്താണോ സംഭവിക്കുക അതാണ് ശബരിമലയിൽ സംഭവിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നത് യഥാർത്ഥ ഭക്തർ മാല ഊരില്ല എന്നുള്ളത്. അവരെത്രമാത്രം വിഷമിച്ചായിരിക്കും അത് ഊരിയിട്ടുണ്ടാവുക. കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്, പലരും ജോലിക്കാരായിരിക്കും, കൃത്യ ദിവസത്തെ ലീവ് എടുത്തിട്ടായിരിക്കും വരിക. 2-3 ദിവസത്തെ ഇത് ഷെഡ്യൂൾ മാറിക്കഴിഞ്ഞാൽ അവർ ബുക്ക് ചെയ്ത് ട്രെയിൻ പോയിട്ടുണ്ടാവും. ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ കൊടുക്കാൻ അവർ മറ്റൊരു നിവൃത്തിയില്ലാതെയാണ് അവർ മാല ഊരിയിട്ടുണ്ടാവുക. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ ആ ഭക്തരോടൊപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സഞ്ചരിച്ചിട്ടുണ്ടാവണം, ഒരിക്കലെങ്കിലും വികാരങ്ങളൊന്ന് മനസ്സിലാക്കാൻ കഴിയണം. എങ്കിൽ മാത്രമല്ല അത് ആളെ കാണിക്കാൻ വേണ്ടി അതിന് മുന്നിൽ പോയി നിന്നാൽ പോരാ, ഒരിക്കലെങ്കിലും അതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല. കാരണം എന്തുമാത്രം വിഷമിച്ചായിരിക്കും അവര് വരുമ്പോ തന്നെ ഇങ്ങോട്ടും അങ്ങോട്ടുള്ള ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടാ വരുന്നത്. ആയിരക്കണക്കിന് ഭക്തർക്കാണ് അത്തരം ട്രെയിനൊക്കെ മിസ്സായി പോയത്. പിന്നെ അവരുടേതായ പ്രാരബ്ധങ്ങൾക്കൊക്കെ ഇടയിലല്ലേ അവർ ഈ ഭക്തിക്ക് സമയം കണ്ടെത്തുന്നത്. അവരല്ലാതെ ജീവൻ ഭക്തർ മറ്റേ കുടുംബ പ്രാരബ്ധമൊന്നും ഇല്ലാതെ നടക്കുന്ന ആളുകളല്ലല്ലോ. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ എത്ര ദിവസം അവർക്ക് വൈകിയെത്താൻ സാധിക്കും? അപ്പൊ ഇതൊന്നും മനസ്സിലാവാതെ മര്യാദയ്ക്ക് നടത്തിയില്ല എന്ന് മാത്രമല്ല, അതിലെ വീഴ്ചകൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചവരെ ഓരോരോ സഹതാപം പോലും ഇല്ലാതെ അവരെ ഇത്തരത്തിൽ അപമാനിക്കുന്ന മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നാണ് മനസ്സിലാവുന്നത്. ശ്രീമതി ശശികല ടീച്ചർ, ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന് പൂർണ്ണ പരാജയമാണ് ഉണ്ടായത്. ഈ പരാജയം മറച്ചുവെക്കുന്നതിനുള്ള ഒരു ശ്രമം തന്നെയല്ലേ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും അതിൽ ഒട്ടും ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല, ഒരു മുന്നൊരുക്കവും നടത്തിയിരുന്നില്ല. ഒരു മണ്ഡലക്കാലം കഴിഞ്ഞാൽ അറിയാലോ, പിന്നീട് വീണ്ടും 10 മാസം കഴിഞ്ഞിട്ടല്ലേ അടുത്ത മണ്ഡലക്കാലം വരുന്നത്. ഈ 2 മാസത്തെ കഴിഞ്ഞ് 2 മാസം ഈ തിരക്കിൽ നിന്നാൽ ബാക്കി 10 മാസം ഇവർക്കൊക്കെ എന്താ തൊഴിലേ ഇതുമായി ബന്ധപ്പെട്ടവർക്ക്. അപ്പൊ ആ സമയത്ത് ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതല്ലേ. എത്ര മുന്നേ കാര്യം ഇത്രയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അടക്കം അയ്യപ്പന്മാർ വരുമ്പോ എവിടെ എന്തെന്ന് ഒരു തീരുമാനമില്ല. കയറഴിച്ചങ്ങോട്ട് വിടുന്ന പോകുന്ന വഴിക്ക് അപ്പം എന്തെങ്കിലും വെക്കാം എന്നുള്ളതിനപ്പുറം ഒരു മുന്നൊരുക്കവും ഈ വിഷയത്തിൽ നടത്തുന്നില്ല. എല്ലാ വകുപ്പുകളെയും ഒരു പ്രഹസനമായി ഒന്ന് ഒന്നിച്ചിരുത്തുന്നതിനപ്പുറത്ത് ഒരു നീക്കം പോലും ഒരു ശാസ്ത്രീയമായ ഒരു നീക്കം പോലും ആ വിഷയത്തിൽ നടത്തുന്നില്ല. പിന്നെ തോന്നുന്ന വിധത്തിൽ തോന്നുന്നിടത്ത് നിയന്ത്രിച്ച് അനാവശ്യമായി നിയന്ത്രിച്ച് പലപ്പോഴും സന്നിധാനത്താളില്ല, പലപ്പോഴും സന്നിധാനത്ത് ഈ പറയുന്ന തിക്കും തിരക്കില്ല. എന്നിട്ടും ഇടയിലൊക്കെ ഒരു വെള്ളം പോലും കിട്ടാത്ത സ്ഥലങ്ങളിൽ ആളുകളെ കൊണ്ടുപോയി പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്ന പണത്തിനപ്പുറം മറ്റൊരു താല്പര്യവും ഇല്ലാത്തവരായതുകൊണ്ടാണ്. അയ്യപ്പൻ വെള്ളം കുടിച്ചാൽ എന്തവർക്ക്? അയ്യപ്പന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എന്ത്? അവൻ വെയിലത്ത് നിന്ന് ബോധം കെട്ട് വീണാൽ എന്ത്? അവൻ അപ്പോഴും പോക്കറ്റിലെ പൈസ ഭണ്ഡാരത്തിലിടാൻ മറക്കില്ല. അപ്പൊ ഹിന്ദുവിന്റെ ആ ഭക്തി നിലനിൽക്കുന്നിടത്തോളം കാലാണ് ഇവരൊക്കെ ഇത്തരത്തിൽ മുതലെടുക്കുന്നത്. ഒരിക്കലും അവർ തിരിച്ച് പ്രതികരിക്കൂല. കാരണം എല്ലാം അയ്യപ്പന് വേണ്ടി എന്നുള്ളതല്ല. ഇപ്പൊ മാലയൂരി പോകുമ്പോൾ പോലും അപൂർവം ചിലരെ പ്രതികരിച്ചിട്ടുണ്ടാവുള്ളൂ. എല്ലാം അയ്യപ്പന് വേണ്ടി എന്ന് വിചാരിച്ച് വരുന്നവരെ അവരുടെ ആ ഭക്തിയാണ് ഇവര് മുതലെടുക്കുന്നത് യഥാർത്ഥത്തിൽ. ഒരു മുന്നൊരുക്കം ഇനി അടുത്ത വർഷം പോലും ഇങ്ങനെ ആവാതിരിക്കണം. ഇപ്പൊ ഭക്തരെ അപമാനിക്കാൻ നിൽക്കുന്ന നേരം കൊണ്ട് മകരവിളക്ക് കഴിഞ്ഞാൽ തുടങ്ങണം അടുത്ത സീസൺ, അടുത്ത മണ്ഡലക്കാലം വരുമ്പോഴേക്ക് എന്തൊക്കെ ചെയ്യണം, അതുമായി ആരെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം. ഭക്തജന സംഘടനകളെയോ ആത്മാർത്ഥതയുള്ളവരെ ഏഴയലത്ത് അടുപ്പിക്കില്ല. എവിടുത്തെ രീതിയാണിത്? അവിടുത്തെ സേവാപ്രവർത്തനം നടത്താനാവട്ടെ, മുന്നൊരുക്കങ്ങളിലാകട്ടെ, ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ പോലും അവര് ഏഴയലത്ത് അടുപ്പിക്കാതെ ഇതെല്ലാം സ്വന്തം ഒരു പാർട്ടി സംവിധാനം മാത്രമായി അധപ്പതിപ്പിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവരോ അറിവുള്ളവരോ ആത്മാർത്ഥതയുള്ളവരോ ഇതുമായി ബന്ധപ്പെടരുത്. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു കാര്യം നടത്തുക. അതുമായി ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചാൽ അവരെ കൂടി ചർച്ചയിൽ പങ്കാളികളാക്കി ഒരുമിച്ച് സമാജത്തിന് വേണ്ടി ഒരു പ്ലാനിങ് നടത്തിയിരുന്നുവെങ്കിൽ ഇതൊരിക്കലും ഇതിനെ പരാജയമാകുമായിരുന്നില്ല. ഇത് വെറും ഒരു കമ്മ്യൂണിസ്റ്റ് പരിപാടിയായി അധപ്പതിപ്പിച്ച് പണം തട്ടാനുള്ള ഒരു ഉപാധി മാത്രമായി മാറ്റി
മാറ്റുമ്പോൾ അയ്യപ്പ ഭക്തനോട് ആത്മാർത്ഥതയില്ലായ്മ കൂടി ആയപ്പോൾ എന്തൊക്കെ സംഭവിക്കാമോ അതൊക്കെ ഇപ്പോൾ അവിടെ സംഭവിക്കും. ശരി, വളരെ നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്.